ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കൂമ്പ വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളവിടെ ഇതിനെ കൂമ്പ എന്ന് പറയും. നിങ്ങളവിടെ ഇത് എന്ത് പറയുന്നതെന്ന് കമൻറ്റ് ആക്കാം. അപ്പോൾ ഇത് ബനാന ഫ്ലവറും കൂടിയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കാം. വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി മുറിക്കണം, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എനിക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വാഷ് ചെയ്തെടുക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് എണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു സവാള നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടൊമാറ്റോ, 2 പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നേരത്തെ നമ്മൾ വാഷ് ചെയ്ത കൂമ്പ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ട് മസാല നമുക്ക് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് കുറച്ച് കയ്പ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ പീസ് ശർക്കര ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. ഇനി ഒരു 10 മിനിറ്റ് വേവാൻ വെക്കാം. ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ജീരകയും വെളുത്തുള്ളി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റായ ഒരു ഈസി റെസിപ്പിയും കൂടിയാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഹെൽത്തി കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്